ആരോഗ്യമെന്നാൽ ശാരീരികാരോഗ്യം എന്നാണ് നമ്മുടെയൊക്കെ പൊതുവായൊരു ധാരണ. എന്നാൽ ശാരീരികാരോഗ്യത്തിൻ്റെ കൂടെ തന്നെ വളരെയധികം ജാഗ്രതയോടെ പരിപാലിക്കേണ്ടുന്ന ഒന്നാണ് മാനസികാരോഗ്യവും. ഇന്ന് നൂതനമായ നിരവധി രീതികൾ ഈ മാനസികാരോഗ്യ മേഖലയിൽ ലഭ്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ഇന്ന് വിശദമായി നമ്മോട് സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് സപ്നയാണ്. സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്? അതൊന്ന് വിശദീകരിക്കാമോ? ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് അതിൻ്റെ ഉത്തരം. ആക്ച്വലി നമ്മുടെ ഇമോഷൻസിനെ എല്ലാം ഒന്ന് എന്താ പറയുക, അതിനൊരു ഫ്രീഡം കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു റിലീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ്, പോസിറ്റീവ് ഇമോഷൻസ് അങ്ങനെയല്ല. എല്ലാ ഇമോഷൻസും നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഫീൽ ചെയ്യാം, കളയേണ്ടത് കളയാം, സപ്രസ് ചെയ്യേണ്ടത് സപ്രസ് ചെയ്യാം, ആസ്വദിക്കേണ്ടത് ആസ്വദിക്കാം, എന്തും ചെയ്യാം. അപ്പം ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എന്താ പറയുക, ബോഡിയിൽ പല ഇമോഷൻസും സ്റ്റോർ ചെയ്ത് വെക്കും. മോസ്റ്റ്ലി നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് പലപ്പോഴും സ്റ്റോർ ചെയ്യപ്പെടാറുണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ നമ്മൾ ഈ ടാപ്പിംഗ്, EFT ടാപ്പിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാപ്പിംഗ് തെറാപ്പിയിലൂടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ, നമ്മുടെ അക്യുപ്രഷർ പോയിന്റ്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇമോഷൻസ് നമ്മൾ റിലീസ് ചെയ്യാണ്. നമ്മളതിങ്ങനെ അത്രയും നാളും എടുത്തു വെച്ചതെന്ന് പറയില്ല, ഇതെൻ്റെ സങ്കടം, ഇതെൻ്റെ വിഷമം, അല്ലെങ്കിൽ ഇതെൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് റിലീസ് ചെയ്തിട്ട് എന്താണ് പിന്നെ നമുക്ക് ഫർദർ ചെയ്യാനുള്ളത്, ഇത് റിലീസ് ചെയ്യാതെ നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിത് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഓക്കെ, ഇത് ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് എന്ന് പറയാമോ? ആളുകൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. EFT അങ്ങനെ ഇപ്പം നമുക്ക് ഇന്ന സമയത്തെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര പേരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്കൊരു സാധാരണക്കാരനാണെങ്കിൽ അവർക്ക് എന്താണ് EFT എന്ന് അറിയണം ആദ്യം. എങ്ങനെയാണ് നമ്മുടെ ടാപ്പിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണ്, നമുക്കിങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ തല മുതൽ കാല് വരെ ഉണ്ട്, പെരുവിരൽ വരെ പോയിന്റ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ എല്ലാ പോയിന്റ്സിലും നമുക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു 8-9 പോയിന്റ്സ് നമ്മുടെ ഫേസിൽ 2-3 പോയിന്റ്സും തലയിലും ഒക്കെ ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു സാധാരണ ആൾക്ക് അറിയാം, ഇതാണ് EFT, ഇങ്ങനെയാണ് ടാപ്പ് ചെയ്യുന്നത് എന്ന് അറിയാമെങ്കിൽ അവർക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കാനും കളയാനും പറഞ്ഞു തീർക്കാനും എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് EFT കൂടെ രാവിലെ നമുക്ക് എഴുന്നേറ്റ് ഇടുമ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് ഇന്ന ഏജ്, ഇന്ന ജെൻഡർ, അല്ലെങ്കിൽ ഇന്ന ആളുകൾ അങ്ങനെയൊന്നുമില്ല. ആർക്കും, ഏത് സാധാരണക്കാരന് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് വലിയൊരു ക്വാളിഫിക്കേഷൻസ് വേണം, അതില്ലെങ്കിൽ ഇതെന്താണ് കറക്റ്റ് ഇതിൻ്റെ വേർഡിങ്സ് അറിയണം, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിനെന്തെങ്കിലും പ്രായപരിധി ഉണ്ടോ? ഇല്ല, ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും നമുക്ക് പാരൻസിന് അവർക്ക് വേണ്ടി ടാപ്പ് ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ട്. മീൻസ് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുക, തടവുക എന്നുള്ളതുണ്ട്. അതല്ല, ഇപ്പോൾ ഒരു ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് അവരുടെ പോയിന്റ്സിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് അവർക്ക് ആ ഒരു റിലീസിങ് ഇമോഷൻസ്, ഇപ്പം ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഇമോഷൻസ് ഉണ്ടാവുമല്ലോ, അവരുടെ ഉള്ളിൽ സ്റ്റക്ക് എനർജീസും അല്ലെങ്കിൽ സ്റ്റക്ക് ഇമോഷൻസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതും നമുക്ക് ചെയ്യാം. അല്ലാതെ നോർമലി സാധാരണ ആളുകൾക്കും നമുക്ക് ടാപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ഏജ് ബാർ ഇല്ല അതിന്, സാധാരണഗതിയിലില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തപ്പെടുന്നത്? നല്ല ചോദ്യം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LLB കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഫാമിലി കോടതിയിലാണ് പോയിരുന്നത് അധികം. അപ്പോൾ നമ്മൾ ഫാമിലി കോടതിയിലൊക്കെ പോകുമ്പോൾ നമ്മളവിടെ ഒരു ഫാമിലിയാണ് മൊത്തം കാണുന്നത്. കുട്ടികൾ, അച്ഛൻ, അമ്മ, പിന്നെ അല്ലെങ്കിൽ മുത്തച്ഛൻ, മുത്തശ്ശി, അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ. ഒരു ഫാമിലിയാണ് നമ്മൾ ഫാമിലി കോടതിയിൽ കാണുന്നത്. പക്ഷേ ഈ ഫാമിലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു കോൺഫ്ലിക്റ്റ് ഉള്ള ഫാമിലിയാണ്, ഒരു ഡിസ്പ്യൂട്ട് ഉള്ള ഫാമിലിയാണ് അവർ. അപ്പം അതിനിടയിൽ കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് ചെറിയ മക്കളുണ്ട്, വലിയ ആളുകളും ഉണ്ട്. പക്ഷെ നമ്മുടെ അറ്റൻഷൻ എപ്പോഴും കുട്ടികളിൽ പോകുമല്ലോ. അപ്പം ഈ കുട്ടികൾ കാണുന്നത് കോടതി, പോലീസ്, പിന്നെ കുറച്ച് ദിവസം അച്ഛൻ്റെ കൂടെ, കുറച്ച് ദിവസം അമ്മയുടെ കൂടെ, അങ്ങനെയൊക്കെയാണ് ഇവർ കാണുന്നത്. അപ്പം ഇത് എന്തായാലും ഇവരുടെ എന്താ പറയുക ഫ്യൂച്ചർ എല്ലാ രീതിയിലും ബാധിക്കും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിക്കും ഇമോഷണലി മാത്രമാണ് ബാധിക്കുക അല്ല, ഇവരുടെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. ഇവരും ഒരു ഫ്രണ്ട്സും അല്ലെങ്കിൽ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ അവരുടെ ബോസ്, കൊളീഗ്സ് അവരൊക്കെ ആയിട്ട് ഇത് ബാധിക്കും. അതുപോലെ ഇവരുടെ കരിയറിൽ ഇത് ബാധിക്കും. ഈവൻ ഇവരുടെ ഇൻകത്തെ പോലും അത് ബാധിക്കും. അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഇമോഷൻസ്, കാരണം ഇവർക്ക് അറിയില്ല ഇതിപ്പോൾ ശരിയാണോ തെറ്റാണോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, അത് ഇന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നൊന്നും ഈ കുട്ടികൾക്ക് അറിയില്ലല്ലോ. അവർ ആ ഒരു വിശ്വാസത്തിലാണ് വളർന്നു വരുന്നത്, ഇതൊക്കെ ഇങ്ങനെ തന്നെ ആണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് പിന്നീട് ഞാനിത് എങ്ങനെയാണ് നമുക്ക് ഇവരെ ഇത്രയും കൊണ്ട് എത്തിക്കാതെ ഈ ഒരു ഫാമിലിയെ നമുക്ക് അല്ലാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് EFT എന്ന് പറയുന്നൊരു ഇതിലേക്ക് എത്തിയത്. അപ്പം അത് അന്നൊന്നും കേരളത്തിലൊന്നും ഇല്ല അത് പഠിക്കാൻ. അപ്പം മുംബൈയിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പക്ഷെ അവിടെ ഇതിൻ്റെ ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ EFT ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് UK ബേസ്ഡ് ഒരു ഓർഗനൈസേഷനാണ്. അവർ വന്നിട്ട് ചെയ്യുമായിരുന്നു അവിടെ. അതിൻ്റെ ട്രെയിനേഴ്സ് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ അത് പോയി അറ്റൻഡ് ചെയ്തു. 3 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അവരെ എല്ലാ 3 മാസവും കൂടുമ്പം പോയി അവരെ അങ്ങോട്ട് പൈസ കൊടുത്ത് അസിസ്റ്റ് ചെയ്യും, നമുക്കൊന്നും കൂടിയും അതിലാ ഒരു എക്സ്പീരിയൻസ് വരാൻ വേണ്ടി. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 8 years ആയിട്ട് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെവിടേക്കാണോ വരുന്നത് അവിടേക്കൊക്കെ നമ്മളും പോവും. അവർ നമ്മളെ വിളിക്കുന്നതല്ല, നമ്മുടെ ആ ഒരു പാഷൻ കൊണ്ട് നമ്മളത് പോവും, പഠിക്കും, അങ്ങനെ. അപ്പോൾ ഈ കുട്ടികളാണ് മെയിൻ കാരണം. പിന്നൊന്ന് ഞാനും ഒരു കാരണമാണ്. ഈ പറയുന്ന സെൽഫ് കോൺഫിഡൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ബോഡി ഷേമിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ വലിയൊരു ഹൈഫൈ പ്രശ്നമൊന്നും ആക്കാതെ നമ്മളത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട്, അല്ലാതെ നമ്മൾ സപ്രസ് ചെയ്തുകൊണ്ടല്ല, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികളെ, നെഗറ്റീവ് സ്വഭാവങ്ങളെ, ഫീലിങ്സിനെ ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ അക്നോളജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ EFT ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അതിനൊന്നും പോസിറ്റീവാക്കി എന്താ പറയുക മാറ്റി അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. നമ്മൾ അത് തന്നെ അതേപോലെ തന്നെ പറയുകയാണ്. എനിക്കിപ്പോൾ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ആളുടെ പേരെടുത്തിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട്, എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതല്ല, നമുക്കൊരാളോട് സങ്കടമാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് എനിക്ക് നീ എന്നോടത് ചെയ്തത് തീരെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയിന്റ്സിൽ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ പറയാം. എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അല്ലാതെ നമ്മളത് പോസിറ്റീവ്ലി ചെയ്തിട്ട് വേണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ പതുക്കെ നമ്മളത് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഫസ്റ്റിൽ ഇവരോട് ഇൻറ്റൻസിറ്റി ചോദിക്കും. നിങ്ങൾക്ക് എത്ര ഇൻറ്റൻസിറ്റിയിലാണ് നിങ്ങൾക്കത് തോന്നുന്നത്, ആ ഒരു ഫീല് വരുന്നത്, ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആളോടുള്ള അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിനോട് എന്തിനോടാണെങ്കിലും നിങ്ങൾക്ക് എത്രയാണ് അത് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നമ്മൾ ചോദിക്കും. അതിൻ്റെ സഡ്സ് ലെവൽ ചോദിക്കും, സബ്ജക്റ്റീവ് യൂണിറ്റ് ഡിസോർഡർ എന്ന് പറയും. അത് നമ്മൾ ചോദിക്കും. അപ്പോൾ അവർ പറയും എനിക്ക് ഇത്ര തോന്നുന്നുണ്ട്. ചിലവർ എനിക്ക് കുറേ അധികം, അല്ലെങ്കിൽ 1 തൊട്ട് 10 വരെയിൽ 10 തന്നെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ 100 തന്നെ തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പം നമ്മളൊരു റൗണ്ട് ടാപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും, ഇപ്പം നിങ്ങൾക്ക് കുറഞ്ഞോ കൂടിയോ അത് അതേപോലെ തന്നെയാണ്. പക്ഷെ ഒരു 99% ഞാൻ ഇതുവരെ ചെയ്തതിൽ എന്തായാലും അവരെ സഡ്സ് ലെവൽ, അവർ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് തന്നെ കാണാറുള്ളൂ. ഇതുവരെ ആരും നമ്മുടെ അടുത്ത് വന്നത് സഡ്സ് ലെവൽ കുറയാതെ വന്നിട്ടില്ല. പിന്നീട് ഇത് വീണ്ടും അവർക്ക് റിലാപ്സ് ചെയ്യുമോ എന്ന് ഒരു ചോദ്യം വരുവാണെങ്കിൽ ഞാൻ പറയും ഇത്ര ഇൻറ്റൻസിറ്റിയിൽ വരില്ല, അവരുടെ ട്രിഗറിങ് കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇപ്പം എൻ്റെ ചെറുതിലിപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ വലുതായിട്ട് എന്നെ അതേപോലെ ആരെങ്കിലും പറയും, അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയുമ്പോഴാണ് എനിക്ക് ഇവനാരെ തന്നോട് ചോദിക്കാനുള്ളൊരു സാധനം വരിക. പക്ഷെ പിന്നീട് ആ ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ആ ഒരു ഇമോഷൻ വരും. ചിലപ്പം ഒബ്വിയസ്ലി വരും. നമ്മൾ ജീവിച്ചിരിക്കുകയാണ്, നമ്മൾ മരിച്ചിട്ടില്ല, നമ്മുടെ ഇതിങ്ങനെ തന്നെ പോവുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് സ്ട്രെയിറ്റ് ലെവലിൽ പോവുള്ളൂ. അപ്പം അത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാം, എപ്പോഴും യൂസ് ചെയ്യാം, എങ്ങനെയും യൂസ് ചെയ്യാം, എന്തിനും വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് അസുഖങ്ങൾക്ക് തന്നെ ഇപ്പം വിത്ത് മെഡിക്കേഷനും നമുക്കിത് യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു നമ്മൾ പറയില്ലേ, നമുക്കിപ്പോൾ വയറുവേദന ഉണ്ടെങ്കിൽ വയറുവേദനയ്ക്ക് ഗുളിക കഴിച്ചാൽ നമ്മളൊരു ജീരകവെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പോലെ ഇത് നമുക്ക് അതിൻ്റെ കൂടെ വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നു. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടാണ്. പെട്ടെന്ന് ഇപ്പം നമ്മളൊരു ഇത് കഴിഞ്ഞു നാളേക്ക് അത് നമുക്ക് പ്രശ്നമാവുന്നില്ല, നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടും ഉണ്ട്. മാത്രമല്ല നമുക്കൊരു
ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ വലിയ സംഭവമൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റിസൾട്ടും കിട്ടും. അതാണ് EFT ഒരു എന്താ പറയുക ഭംഗി എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ഒരു 8 വർഷ കാലയളവിനിടയിൽ ഒരുപാട് കേസസ് എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൽ വളരെ സവിശേഷത ഉള്ളത്, പ്രത്യേകത ഉള്ളത് എന്നൊക്കെ തോന്നുന്ന ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ സത്യം പറഞ്ഞാൽ എല്ലാ കേസസും പ്രത്യേകത ഉള്ളത് തന്നെയാണ്. കാരണം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള, ചിലപ്പോൾ ഇമോഷൻസ് സെയിം ആയിരിക്കും, സങ്കടമായിരിക്കും, പക്ഷെ അത് അവർക്ക് തോന്നുന്നതും നമുക്ക് തോന്നുന്നതും ഒക്കെ ഭയങ്കര, ഇപ്പോൾ ഒരാൾക്ക് തോന്നുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുന്നത്. എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് എനിക്ക് പേഴ്സണലി. അതിൽ ഒരു കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിഗരറ്റ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. സിഗരറ്റ് അഡിക്ഷൻ ആയിട്ടല്ല വന്നത്, ആൾക്കിങ്ങനെ കുറേ ഇമോഷണൽ ഇഷ്യൂസ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഈ സിഗരറ്റ് അഡിക്ഷൻ എനിക്ക് ഇഷ്ടമായത്, ആളത് ഒരു 1 month കഴിഞ്ഞപ്പം കംപ്ലീറ്റ്ലി ആ സംഭവം നിർത്തി. അതും അവർ വലിച്ചിരുന്നത് നല്ല രസമായിട്ടാണ്. ആളെനിക്ക് ടെസ്റ്റിമോണിലൊക്കെ തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വലിച്ച് ഉടനടി വീണ്ടും ഒരെണ്ണം വലിക്കും. ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ഫുള്ളായിട്ട് വലിച്ചാൽ ലൈക്ക് എന്തെങ്കിലും ആവുള്ളൂ. അങ്ങനത്തെ ഒരാൾ വിത്തൗട്ട് മെഡിക്കേഷൻ, ഞാനൊരു മെഡിസിൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒന്നും ഒരു മെഡിക്കേഷനും കൊടുത്തില്ല, ജസ്റ്റ് ആളുടെ എന്തിനിത് വലിക്കുന്നു. ചിലപ്പം എനിക്ക് തോന്നാറുണ്ട് മിക്ക ആളുകൾ ഇത് വലിക്കുന്നത് ഇതിനാണ്, ഈ സാധനം വലിക്കണേ, ഇതില്ലാതെ നമുക്കിത് ചെയ്യാലോ, നോക്കണേന് കുഴപ്പമില്ല. പക്ഷെ വി നീഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു, ലൈക്ക് നമ്മൾ പറയണേ ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാവുള്ളൂ എന്നുള്ള, ലൈക്ക് വി സബ്സ്റ്റിറ്റ്യൂട്ട് അവർ ഇമോഷൻ വിത്ത് സംതിങ് എൽസ്. നമ്മളിപ്പം ഷുഗർ ക്രേവിങ്സ് ഉള്ള ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ആ ഇമോഷൻ എനിക്കിപ്പോൾ തോന്നണ്ട, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ നോക്കാൻ നേരമില്ല എന്നുള്ള രീതിയിൽ നമ്മളത് സിഗരറ്റ് വലിച്ചിട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ ഈറ്റിംഗ് ഉള്ള പോലെ നല്ല മധുരത്തിൽ എന്തെങ്കിലും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നമ്മളതിനെ വീണ്ടും സപ്രസ് ചെയ്യും. ആളത് റിലീസ് ചെയ്ത് കളഞ്ഞു. ആളുടെ മീൻസ് ആ സപ്രസ്ഡ് ഇമോഷൻ റിലീസ് ചെയ്തപ്പോൾ പിന്നെ ആൾക്ക് സിഗരറ്റ് കാണുമ്പോൾ ഹി ഡോണ്ട് ഫീൽ ദാറ്റ്, അത് വലിക്കാൻ ആൾക്ക് തോന്നുന്നില്ല. ആൻഡ് ഡിപ്രഷന് ടാബ്ലറ്റ്സും കഴിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ നൗ ഹീസ് കംപ്ലീറ്റ്ലി റിലീവ്ഡ്. ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ടാണത്. പിന്നെയും ഒരുപാടുണ്ട്, പക്ഷേ ദിസ് ലൈക്ക് ഇറ്റ് വാസ് സോ ഗുഡ്. യാ. കേരളത്തിലിപ്പോൾ ഈ ഒരു EFT എന്ന് പറയുന്ന മെത്തേഡ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ചികിത്സാ രംഗത്ത്? ഇല്ല, കേരളത്തിൽ എനിക്ക് തോന്നുന്നു അധികം പേർക്കൊന്നും അറിയില്ല. അറിയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇപ്പം കേരളത്തിന് പുറത്ത്, ഇപ്പം ബാംഗ്ലൂർ, മുംബൈ, പൂനെ, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം ആളുകൾക്കും അറിയാം. മീൻസ് അവർ പഠിച്ച് പിന്നെ അവരുടെ ആരെങ്കിലും അവരത് ചെയ്ത് അങ്ങനെയൊക്കെ. പക്ഷെ കേരളത്തിൽ അത്ര ആണ്ട് ഇതൊരു ഫെമിലിയർ ആയിട്ടില്ല. കാരണം ഇത് കാണുമ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് ഒരു പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഫൺ, അല്ലെങ്കിൽ ഒരു സില്ലി ആയിട്ട് തോന്നും. ബിക്കോസ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുവാണ്, ലൈക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഈവൻ ദോ അല്ല എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, എനിക്കതാണ്, എനിക്കിങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഇതെന്തായി കാണിക്കണേ എന്നുള്ള ആ ഒരു ഇതിൽ ലൈക്ക് ഇറ്റ് സീംസ് ഫണ്ണി ആൻഡ് സില്ലി, ബട്ട് യാ ഇറ്റ്സ് പവർഫുൾ. കേരളത്തിൽ ആളുകൾ, ഞാൻ പറയുന്നത് എല്ലാ വീട്ടിലും ആരെങ്കിലും ഒരാളെങ്കിലും ഇത് അറിയുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്നും ചെയ്യണ്ട, നമ്മൾ തന്നെ ഓക്കെ ആയ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തനിയെ ഓക്കെ ആവും. അതാണ് ഏറ്റവും എന്താ പറയുക ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഓക്കെ ആയാൽ, മീൻസ് എൻ്റെ ഇമോഷൻസും അല്ലെങ്കിൽ എൻ്റെ ഇതും ഓക്കെ ആയി കഴിയുമ്പോൾ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്നുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ബിക്കോസ് ഇതിലൊരു സെറഗറ്റ് ടാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടാപ്പിംഗ് കൂടെ ഉണ്ട്. വി ക്യാൻ ടാപ്പ് ഫോർ അതർ പീപ്പിൾ. നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. പക്ഷെ ആദ്യം നമ്മൾ ഓക്കെ ആവണം, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഇത് പെറ്റ് അനിമൽസിന് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ മുംബൈയിലാണ്. ആൾ ഇതിലാണ് കൂടുതലും പെറ്റ് അനിമൽസ്, മീൻസ് അനിമൽസിന് വേണ്ടി, പെറ്റൊന്നും പറയാൻ പറ്റില്ല, ആനിമൽസിന് വേണ്ടി ആനിമൽസിൻ്റെ ഓണേഴ്സിന് ടാപ്പ് ചെയ്തിട്ട് ആനിമൽസിനെ എന്താ പറയുക ഹീൽ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പം ഐ ക്യാൻ ബി യൂസ് ലൈക്ക് വൈഡ് ഇതാണ്, റേഞ്ചാണ്, എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തിനും ഏതിനും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഡേ ടു ഡേ ലൈഫിൽ എല്ലാത്തരം മനുഷ്യർക്കും ഇത് പ്രയോജനപ്രദമാണെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ ഈ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോവുക. അവർക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത്? അത്തരം ക്ലയൻസൊക്കെ മാമിൻ്റെ അടുത്ത് വരാറുണ്ടോ? ഉണ്ട്. കോർപ്പറേറ്റ് ലെവലിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. മീൻസ് ഇപ്പോൾ ഈ കോർപ്പറേറ്റിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ വെക്കുമല്ലോ, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, അതല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടാൻ, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സെയിൽസ് ക്ലാസ് എടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ആദ്യം ആ ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ആ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്താണ് അവർ എന്താ പറയുക, അവരുടെ ഫൈനൽ റിസൾട്ടിലേക്ക് അവർക്ക് എത്താൻ പറ്റാത്തത്, എവിടെയാണ് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, എന്ത് ഇമോഷനാണ് അവരെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പം പലർക്കും പലതുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലർക്ക് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും, അവർ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അവർക്ക് ഇങ്ങനെ പുറത്ത് വന്ന് അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് അത് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ടീം വർക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സിങ്ക് ഉണ്ടാവില്ല, ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് നമ്മൾ ആ റാപ്പോ ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് ആ സിങ്ക് ബിൽഡ് ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടീമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുന്നത് എന്നൊക്കെ. നമ്മൾ അങ്ങനെയാണ് ഒരു എന്താ പറയുക, EFT നമ്മൾ കോർപ്പറേറ്റ് ലെവലിൽ ചെയ്യുമ്പം അങ്ങനെയാണ് പറ്റുക. അവർക്ക് എങ്ങനെയാണ് ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ആദ്യം നമ്മൾ എന്തുകൊണ്ട് എന്നുള്ളത് ഇതിലേക്കാണ് പോവുക. റീസൺ ആണ് നമ്മൾ ആദ്യം നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കോർ ഇഷ്യൂ ഉണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായി. ഇപ്പം നമുക്ക് ദേഷ്യം എല്ലാവർക്കും ഒരു സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനം ദേഷ്യമാണ്. പക്ഷേ ഈ ദേഷ്യത്തിന് ഒരുപാട് റൂട്ട്സ് ഉണ്ടാവും. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് വിശന്ന് കഴിഞ്ഞാലും ദേഷ്യം വരും. നമുക്ക് വിചാരിച്ച പോലെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റാണ്ടായാലും നമുക്ക് ടെൻഷൻ്റെ ഒപ്പം വേറൊരു സാധനം വരും, ദേഷ്യം. അപ്പോൾ ദേഷ്യം എപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു സർഫസ് ലെവലിൽ നിൽക്കുന്ന സാധനമാണ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് ഒരുപാട് വേരുകളുണ്ടാവും. അപ്പോൾ ഇവർക്കും ഈ കോർപ്പറേറ്റ് ആളുകളും ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്സ്, റൈറ്റ്? അവർക്കും ദേ ഹാവ് ദെയർ ഓൺ ലൈഫ്, അവരുടെ ഫാമിലി ലൈഫ് ഉണ്ട്, അവർക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഫീലിങ്സ് ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നോക്കിക്കഴിയുമ്പം സിമ്പിളായിട്ട് അവർക്ക് ഇത്രേ ഉള്ളൂ അല്ലേ എന്നൊരു ഇതിലേക്ക്. അപ്പോൾ അവർ ദേ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ് ടു ഡു ദ വർക്ക് ആസ് എ ടീം വർക്ക്. അങ്ങനെ അങ്ങനെയാണ് കോർപ്പറേറ്റ് ലെവലിൽ ചെയ്യുമ്പോൾ ചെയ്യാറ്. പിന്നെ അതിൻ്റെ CEOs അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർക്ക് നമ്മൾ സെപ്പറേറ്റ്ലി അവർക്ക് മാത്രമായിട്ട് അവർക്ക് എങ്ങനെയാണ് അവരുടെ എന്താ പറയുക താഴെ ഇതിൽ നിൽക്കുന്ന ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ എന്താ പറയുക ഒപ്പം കൊണ്ട് നടന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളതിൽ കറക്റ്റായിട്ട് ചെയ്യാറ്. ചില ആളുകളായിട്ടൊക്കെ വരയ്ക്കുമ്പോൾ നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലർക്ക് അവരുടെ ബോസിന് അവരുടെ അച്ഛനായിട്ടൊക്കെ തോന്നാറുണ്ട്. അത് എനിക്ക് ഓർമ്മ വരാൻ നമ്മളൊരു ഫിലിമിൽ അത് കണ്ടിട്ടുണ്ട്, ഒരു സോൾട്ട് ആൻഡ് പെപ്പറിൽ സിനിമയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. വിജയരാഘവൻ പറയുന്നുണ്ട്, എന്തിനാണ് അവനെ ചീത്ത പറഞ്ഞേക്കുമ്പോൾ അവൻ്റെ പൂടെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരണേന്ന് പറയുന്നൊരു രസകരമായിട്ടുള്ള മീൻസ് ദാറ്റ് triggers something inside them, like they get triggered. ഒരു ഇതിൽ അവർക്ക് അച്ഛനോടുള്ള എന്തോ ഒരു ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ഇത് ചെയ്യണ്ട അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് കുറച്ച് ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനായിരിക്കാം, അതല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ അവരെ കൊണ്ട് നടക്കുന്നുള്ളവരായിരിക്കും. പക്ഷെ അവർക്ക് അത് കാണും ബോസിലായിരിക്കും. അപ്പോൾ ബോസിനായിട്ടും അവർക്ക് അടുക്കാൻ പറ്റില്ല. ഇയാളൊരു മാതിരി എത്ര ബോസ് നന്നായിട്ടും കാര്യമില്ല, നമുക്ക് അടുക്കാൻ പറ്റില്ല. അപ്പം അത് മാറ്റുമ്പോൾ ലൈക്ക് ആ ഒരു പെയിൻ വിത്ത് ഹിസ് ഡാഡ് ഓർ സംതിങ് അത് റിലീസ് ചെയ്യുമ്പോൾ ഹി ക്യാൻ ഫ്രീലി ഇൻട്രാക്ട് വിത്ത് ഹിസ് ബോസ് ആൻഡ് ലൈക്ക് വേണമെങ്കിൽ ബോസിൻ്റെ ഏറ്റവും നല്ല പെറ്റും ആവാൻ പറ്റും നമുക്ക്. ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പം മാമിനെ എങ്ങനെയാണ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെ സാധിക്കുക ആളുകൾക്ക്? ഇതിൻ്റെ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തു വരുന്നത്? ഇത് ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. വി ക്യാൻ ലൈക്ക് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ തെറാപ്പി. നമുക്കൊരു തെറാപ്പി ആണെന്ന് പറയാം. ബിക്കോസ് അതിന് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് സെഷൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് സെഷൻസ് ആണ് ഇപ്പോൾ കൂടുതൽ, കാരണം ഇപ്പോൾ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം എല്ലാവരും കംഫർട്ടബിളാണ് ഓൺലൈൻ സെഷൻസിന്. അപ്പം ഓൺലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ ഇതിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, നമ്മുടെ എങ്ങനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത്. അത് ആർക്ക് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അതിപ്പം ഇത് പഠിച്ച ആളുകൾ അങ്ങനെയൊന്നുമില്ല.
ഏത് ഏജിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ്. മീൻസ് ഈവൻ ഇപ്പം ഒരു 6 years മുതൽ നമുക്ക് ടാപ്പ് ചെയ്യാം, കാരണം അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവും. അതിന് താഴെയുള്ള കുട്ടികൾക്കും മനസ്സിലാവും. പക്ഷെ 6 years ആകുമ്പം നമ്മൾ ശരിക്കും ഷെല്ല് രൂപപ്പെട്ടു എന്നാണ് പറയുക. ഒരു കുട്ടിയുടെ ഷെല്ല് ഒരു 6 വയസ്സിനുള്ളിൽ ആ കുട്ടി അതുവരെ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മരണം വരെ അവൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നതാണ് സൈക്കോളജിയിൽ പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ആ ഏജ് മുതൽ കുട്ടികൾക്ക് സുഖമായിട്ട് ചെയ്യാം, നല്ല രസമായിട്ട് തന്നെ ചെയ്യാം. മാം EFT പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. നമുക്കതിന് ട്രെയിനറാണ് ഞാൻ, ഇവിടെ കേരളത്തിൽ അതിൻ്റെ ട്രെയിനറാണ്. അപ്പം അത് നമുക്ക് ആര് വേണമെങ്കിലും പഠിപ്പിക്കാം. നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വേണമെങ്കിൽ ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏജ് നമുക്കൊരു സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ല നമ്മൾ വർക്കിംഗ് വുമൻസ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മളെന്തെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും EFT പഠിക്കാം. അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും EFT ചെയ്യാം. അത് ഓൺലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ഐ പ്രിഫർ ഓഫ്ലൈൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്കൊന്നും കൂടിയും അവരെ കുറച്ചും കൂടിയും നേരിട്ട് കണ്ട് ആ ഒരു റാപ്പോ ഒക്കെ ബിൽഡ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്പോട്ടിൽ തന്നെ ശരിയാക്കി ഓക്കെ ആക്കി കൊണ്ടുപോകാം. ഓൺലൈനിൽ ഇറ്റ്സ് കംഫർട്ടബിൾ ആണ്, ബട്ട് ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. പക്ഷെ രണ്ട് രീതിയിലും പ്രിഫറബിൾ ആണ്. ഇത് ഒരാൾ പഠിച്ചെടുക്കാൻ എത്ര സമയമെടുക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? പഠിച്ചെടുക്കാൻ ടൈം അങ്ങനെ ഒരു ടൈം കൺസ്ട്രക്റ്റ് ഒന്നും ഇല്ല പഠിക്കാൻ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് പഠിച്ചു, ഇന്ന് പഠിച്ചു, നാളെ നമുക്ക് വേറൊരാൾക്ക് അത് സെഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. ബിക്കോസ് നമുക്ക് ഈ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ബോട്ടിലപ്പ് ചെയ്യുന്ന പോലെ ഒരുപാട് സാധനം, ഇപ്പോൾ ഈ ഒരു മാലയുടെ മണി പൊട്ടുന്ന പോലെ ഇതിങ്ങനെ പടപടപടപടാച്ചിട്ട് നമ്മുടെ സാധനങ്ങൾ വരും. അപ്പം നമ്മൾ ഒന്ന് ഓക്കെ ആക്കി നമ്മളൊന്ന് മീൻസ് ഒന്നും ഓക്കെ ആവാതെ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരാളിരുന്നിട്ട് പെട്ടെന്ന് ആളുടെ സങ്കടം പറയുമ്പം ആ സെയിം സങ്കടം എനിക്കുണ്ട്, ഞാനും ഒപ്പം ഇരുന്ന് കരയാണെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ, റൈറ്റ്? സോ അപ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് പഠിച്ചിട്ട് നാളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ മേലെ ഒരുപാട് കാലം ഞാനൊരു 1 to 3 years നമ്മൾ സെൽഫ് വർക്ക് ഉണ്ട്. ഇതിൽ നമ്മളൊരു പേഴ്സണൽ പീസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കോഴ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അത് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ മറ്റൊരാളെ, ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റേപ്പ് വിക്റ്റിമാണ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അപ്പം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് വരണം. അപ്പോൾ ലൈക്ക് ദാറ്റ് ഇന്ന് പഠിച്ച് നാളെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആർക്ക് വേണമെങ്കിലും പഠിച്ച് ചെയ്യാം. വിത്ത് എക്സ്പീരിയൻസ് കംസ് ദ ബെസ്റ്റ് റിസൾട്ട്. ഈ EFT ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിൽ അത് വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? അത് അപ്പം തന്നെ വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ വിരല് നമ്മുടെ ഈ പോയിന്റ്സിൽ നമ്മൾ അല്ലാതെ തന്നെ അറിയാതെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്, അറിയുന്നില്ല പല ആളുകളും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ നെഞ്ചത്തടിച്ചിട്ടൊക്കെ കരയും. ഇവിടെയൊക്കെ നമുക്ക് പോയിന്റ്സ് ഉണ്ട്. ഇപ്പം ചില ആളുകൾ എന്തെങ്കിലും ഭയങ്കര അത്യാഹിതങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ തലയ്ക്കിങ്ങനെ എന്നിട്ടിങ്ങനെ കൈവയ്ക്കും, അല്ലെങ്കിൽ തലയിൽ 2 കൈയും കൂട്ടി തലയിൽ വയ്ക്കും. അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു എംബാരസ്മെൻറ്റ് മൂമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ തുടയ്ക്കും. ഇറ്റ് മീൻസ് ലൈക്ക് ഇവിടെയൊക്കെ നമുക്ക് പോയിന്റ്സ് ഉണ്ട്. ദീസ് ഓൾ ഷോസ് ലൈക്ക് അവർ ഇമോഷൻസ് ആണ് അതെല്ലാം. ഇപ്പം ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ നമ്മൾ കൈ പിന്നി കെട്ടി പിടിച്ച് നിൽക്കുന്ന ആളുകൾ നമ്മൾ അറിയാതെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ ബോഡി നമ്മളോട് പറയാണ് പ്ലീസ് അവിടെ ഒന്ന് തൊടൂ, അവിടെ ഒന്ന് പിടിക്കൂ, യു വോണ്ട് ടു ബി ഓക്കെ റൈറ്റ് നൗ എന്ന് നമ്മൾ ബോഡി നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണത്. പക്ഷെ ദീസ് ഓൾ ആർ ലൈക്ക് ഇൻഡിക്കേറ്റിംഗ് പല നമ്മുടെ ഇമോഷൻസും നമ്മുടെ ചില ബോഡി പാർട്സും ഒക്കെ ഇതിനോട് റിലേറ്റഡാണ്. അപ്പോൾ നമ്മുടെ പല പാർട്സ്, ഇപ്പോൾ നമ്മുടെ ബ്ലാഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലങ്സൊക്കെ ഈ ഓരോ ഭാഗത്തുമായിട്ട് റിലേറ്റഡ് ആണ്. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പം നമുക്ക് അങ്ങനെയും ഇത് ചെയ്യാം. അല്ലാതെ അത്ര കുറേ സമയമൊന്നും എടുക്കില്ല. ആ സെഷനിൽ തന്നെ അവർക്ക് ഡിഫറൻസ് വരും. പിന്നെ അത് ലോങ് ലാസ്റ്റ് ചെയ്യും. അത് അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് തീരില്ല. ലൈക്ക് അത് പിന്നെയും അവരുടെ ഇതിൽ അതിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഗുണവും ഭംഗിയും. EFTയെ കുറിച്ച് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളാണ് പൊതുജനങ്ങൾക്ക് മാമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. വളരെയധികം നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്.